വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് സ്ട്രീം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് യൂണിറ്റ് 2 ആയിരുന്നു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 3 മ്യാവ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെൽ ഇൻ ദ പ്രീവിയസ് ക്ലാസ്. സോ നമുക്ക് ഈ ക്ലാസ്സിലോട്ട് നീങ്ങാം. സോ യൂണിറ്റ് 3 മ്യാവ്. സോ ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അടിയിൽ. സോ നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്, ശ്രദ്ധിച്ചിരിക്കുക. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. മ്യാവ് ഹി ഹേർഡ് എ സൗണ്ട്. സോ പപ്പി, ഡോഗിൻ്റെ കുട്ടിയാണ് പപ്പി എന്ന് പറയാം. ദ പപ്പി വാസ്, പപ്പി ആയിരുന്നു, ഇത് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്, ഉറങ്ങിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഓൺ എ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ വിരിപ്പ്, പപ്പി കിടക്കുന്ന ആ വിരിപ്പിനെയാണ് മാറ്റ് എന്ന് പറയാം. നിയർ ദ സോഫ, സോഫയ്ക്കടുത്തുള്ള മാറ്റിൽ നമ്മുടെ പപ്പി ഉറങ്ങുകയായിരുന്നു. മ്യാവ് ഹി ഹേർഡ് എ സൗണ്ട്. അപ്പോൾ അവനൊരു പൂച്ചയുടെ ശബ്ദം കേൾക്കുകയാണ്. മ്യാവ് ഹി ഹേർഡ് എ സൗണ്ട്, ഒരു ശബ്ദം കേട്ടു. സോ കൂടെ വായിക്കുക. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. മ്യാവ് ഹി ഹേർഡ് എ സൗണ്ട്. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. ഹി ഹേർഡ് എ സൗണ്ട്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്, സോഫക്കടുത്തുള്ള മാറ്റിൽ നമ്മുടെ പപ്പി ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവനൊരു സൗണ്ട് കേട്ടു, മ്യാവ്. ഹൂ സെഡ് മ്യാവ്? ആരായിരിക്കും മ്യാവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൺ നെക്സ്റ്റ്? ഇനി എന്തായിരിക്കും അടുത്തതായി സംഭവിക്കുക? നമുക്ക് നോക്കാം. സോ നമ്മുടെ പപ്പി ഉണർന്നല്ലേ. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്, ഹി ലുക്ക്ഡ് അറൗണ്ട്. സോ നമ്മുടെ പപ്പി എന്ത് ചെയ്തു? റേസ്ഡ്, ഉയർന്നു. ഹിസ് ഹെഡ്, അപ്പോൾ പപ്പിയുടെ തല ഉയർന്നു. ഹി ലുക്ക്ഡ് അറൗണ്ട്, അവൻ ചുറ്റും നോക്കി. ദ പപ്പി റേസ്ഡ് ഹിസ് ഹെഡ്, ഹി ലുക്ക്ഡ് അറൗണ്ട്. വാട്ട് വിൽ ഹി സീ? അവൻ എന്തായിരിക്കും കാണുക? നമുക്ക് നോക്കാം. ഹോ, നോബഡി ഈസ് ഹിയർ. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. അപ്പോൾ എന്താണ്? പപ്പി പറയാണ്, ഓ നോബഡി ഈസ് ഹിയർ, ആരുമില്ല. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. ഹി സ്റ്റാർട്ടഡ്, അവൻ തുടങ്ങി. സ്ലീപ്പിംഗ് അഗെയിൻ, വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. വീണ്ടും എന്നാണ് അഗെയിൻ. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. സ്റ്റാർട്ടഡ്, തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. മ്യാവ്. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? ഇനി എന്തായിരിക്കും പപ്പി ചെയ്യുക? സിൻ്റെ കൂടെ വായിക്കുക. ഓ നോബഡി ഈസ് ഹിയർ. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. മ്യാവ്. ഓക്കെ. സോ നമ്മുടെ പപ്പി എന്താണ്? എന്തോ തിരയുന്നുണ്ടല്ലേ, സെർച്ച് ചെയ്യുന്നുണ്ട്. ഹൂ ഈസ് ദർ? ആസ്ക്ഡ് ദ പപ്പി. സോ നമ്മുടെ പപ്പി ചോദിക്കുകയാണ്, ഹൂ ഈസ് ദർ? ആരാണ് അവിടെ ഉള്ളത്? ആസ്ക്ഡ് ദ പപ്പി, പപ്പി ചോദിച്ചു. ഹൂ ഈസ് ദർ? ആസ്ക്ഡ് ദ പപ്പി. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. അവൻ ബെഡിന് താഴെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കുകയാണ്. ഹി ലുക്ക്ഡ്, അവൻ നോക്കി. അണ്ടർ ദ ബെഡ്, ബെഡിനടിയിൽ. നോബഡി ഈസ് ഹിയർ, ആരും ഇല്ല. നോബഡി, ആരും ഇല്ല. ഈസ് ഹിയർ, ഇവിടെ. വാട്ട് വിൽ ഹി സീ ദ കാറ്റ്? അവൻ കാറ്റിനെ കാണാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. ദെൻ ഹി സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. സോ നമ്മുടെ പപ്പി എന്താണ്? നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ എങ്ങാനും ആരെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. നോബഡി വാസ് ദർ, ആരും അവിടെ ഇല്ല. ദെൻ ഹി സെർച്ച്ഡ്, അവൻ പിന്നെയും വീണ്ടും സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുന്ന പറഞ്ഞാൽ തിരയുക. അണ്ടർ ദ ടേബിൾ, ടേബിളിനടിയിൽ. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. ദ ടേബിൾ, മേശയുടെ അടിയിൽ. നോബഡി വാസ് ദർ, അവിടെ ആരും ഇല്ലായിരുന്നു. വേർ ഇസ് ദ കാറ്റ് നൗ? സോ കാറ്റ് എവിടെയാണ്? കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. കാറ്റ് എവിടെയുള്ളത്? ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മേലെയാണ് കാറ്റ് ഉള്ളത്. വിൽ ദ പപ്പി സീ ദ കാറ്റ്? സോ നമ്മുടെ പപ്പി കാറ്റിനെ കാണാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. He climbed onto the window and looked out. He saw a rooster in the yard. So എന്താ സംഭവിച്ചത്? അങ്ങനെ അവൻ എന്താണ്? He climbed onto the window. അവൻ ജനാലിൻ്റെ അടുത്തേക്ക് എന്താണ് കയറി. And looked out, എന്നിട്ട് പുറത്തേക്ക് നോക്കി. And he saw a rooster in the yard. അവൻ എന്ത്? യാർഡിൽ, അതായത് മുറ്റത്ത് എന്തിനെ കണ്ടു? റോസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി. പൂവൻ കോഴിയെ കണ്ടു. സോ നമുക്ക് വായിക്കാം. ഹീ ക്ലൈംബഡ് എന്ന് പറഞ്ഞാൽ കയറുക. ഹീ ക്ലൈംബഡ് ഓൺ ടു ദ വിൻഡോ, വിൻഡോയിലേക്ക് കയറി. ആൻഡ് ലുക്ക്ഡ് ഔട്ട്,
പുറത്തേക്ക് നോക്കി. ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത്, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക. ലുക്ക്ഡ് ഔട്ട്, പുറത്തേക്ക് നോക്കി. ഹീ സോ, അവൻ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എ റോസ്റ്റർ, ഒരു പൂവൻ കോഴി. റോസ്റ്റർ എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി. ഇൻ ദ യാർഡ്, യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, മുറ്റത്തുള്ള ഒരു പൂവൻ കോഴിയെ അവൻ കണ്ടു. വാട്ട് വിൽ ദ പപ്പി ഡു, എന്തായിരിക്കും നമ്മുടെ പപ്പി ചെയ്യുക? ran to the roaster. Who said meow? He asked the roaster. The roaster flapped his wings and sang cock-a-doodle-doo. അപ്പം എന്താണ്? ദ പപ്പി റാൻ ടു ദ റോസ്റ്റർ. നമ്മുടെ പപ്പി റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക. ടു ദ റോസ്റ്റർ, നമ്മുടെ പൂവൻ കോഴിയുടെ അടുത്തേക്ക് ഓടി. ഹൂ സെഡ് മ്യാവ്, ആരാണ് മ്യാവ് എന്ന് പറഞ്ഞത്? ഹൂ സെഡ്, ആരാണ്? സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. മ്യാവ്. ഹി ആസ്ക്ഡ് ദ റോസ്റ്റർ, ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. ഹി ആസ്ക്ഡ് ദ റോസ്റ്റർ, അവൻ പൂവൻ കോഴിയോട് ചോദിച്ചു. ദ റോസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ്, വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക. സോ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് എന്നാൽ ചിറകടിക്കുക. ആൻഡ് സാങ് കൊക്ക-ഡൂഡിൽ-ഡൂ, കൊക്ക-ഡൂഡിൽ-ഡൂ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അത് നമ്മുടെ റോസ്റ്ററിൻ്റെ സൗണ്ടാണ്. ഓക്കെ, സോ വേർ ആർ ദ പപ്പി ആൻഡ് ദ റോസ്റ്റർ, എവിടെയായിരിക്കും നമ്മുടെ പപ്പിയും റോസ്റ്ററും ഉള്ളത്? നിങ്ങൾ പറയാം. സോ ഞാൻ വായിക്കുന്നുണ്ട്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ദ പപ്പി റാൻ ടു ദ റോസ്റ്റർ. ഹൂ സെഡ് മ്യാവ്? ഹി ആസ്ക്ഡ് ദ റോസ്റ്റർ. ദ റോസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സാങ് cock-a-doodle-doo. Can you say meow? asked the puppy. സോ എന്താണ്? ക്യാൻ യു സേ മ്യാവ്, നിനക്ക് മ്യാവ് എന്ന് പറയാൻ കഴിയുമോ എന്നാണ് നമ്മുടെ പപ്പി ചോദിക്കുന്നത്. ക്യാൻ യു സേ മ്യാവ്? ആസ്ക്ഡ് ദ പപ്പി. ക്യാൻ യു സേ, നിനക്ക് പറയാൻ കഴിയുമോ? മ്യാവ്, മ്യാവ് എന്ന്. ആസ്ക്ഡ് ദ പപ്പി, പപ്പി ചോദിച്ചു. ഐ കനോട്ട്, എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല. ഐ ഓൺലി സേ കൊക്ക-ഡൂഡിൽ-ഡൂ, ഞാൻ എന്ത് മാത്രമേ പറയുള്ളൂ? കൊക്ക-ഡൂഡിൽ-ഡൂ, അതാണ് റോസ്റ്ററിൻ്റെ സൗണ്ട്. സെഡ് ദ റോസ്റ്റർ, റോസ്റ്റർ പറഞ്ഞു. സോ കൂടെ വായിക്കാം. ക്യാൻ യു സേ മ്യാവ്? ആസ്ക്ഡ് ദ പപ്പി. ഐ കനോട്ട്, ഐ ഓൺലി സേ കൊക്ക-ഡൂഡിൽ-ഡൂ, സെഡ് ദ റോസ്റ്റർ. വാട്ട് വിൽ ദ പപ്പി ഡൂ ദെൻ, എന്തായിരിക്കും നമ്മുടെ പപ്പി ചെയ്യുക? മ്യാവ്, ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ. He saw a kennel nearby. It must be there, said the puppy, and he walked to the kennel. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യാവ്, ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ. സോ നമ്മുടെ പപ്പി എന്ത് കേട്ടു? മ്യാവ് എന്ന ശബ്ദം വീണ്ടും കേട്ടു. ഹീ സോ എ കടൽ നിയർ ബൈ, അവൻ അതിൻ്റെ അടുത്ത് തൻ്റെ വീട് കണ്ടു. കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പട്ടിക്കൂടാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഹിയർ, സോ അതെന്തായാലും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സെഡ് ദ പപ്പി, അപ്പോൾ ഇതെന്തായാലും ഇവിടെ ഉണ്ടാവും. ഈ വാക്ക് ടു ദ കടൽ, അവൻ കടലിലേക്ക് നടന്നു. സോ ഒന്ന് വായിക്കാം. മ്യാവ്, ദ പപ്പി ഹേർഡ്, ഹേർഡ് എന്ന് പറഞ്ഞാൽ കേൾക്കുക. ദ സൗണ്ട്, ശബ്ദം. അഗെയിൻ, വീണ്ടും. മ്യാവ്, ദ പപ്പി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ. ഹീ സോ എ കടൽ നിയർ ബൈ. ഹീ സോ, അവൻ കണ്ടു. എ കടൽ, എന്താണ്? പട്ടിക്കൂട്. നിയർ ബൈ, അതായത് തൻ്റെ കൂട് കണ്ടു. നിയർ ബൈ, അതിൻ്റെ അടുത്ത്. ഹീ സോ എ കടൽ നിയർ ബൈ. ഇറ്റ് മസ്റ്റ് ബി ഹിയർ, അത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പറയില്ലേ, എന്തായാലും എന്ന് പറയില്ല, അങ്ങനെ. ഇറ്റ് മസ്റ്റ് ബി ഹിയർ, എന്തായാലും അത് ഇവിടെ കാണും. ബി ഹിയർ, സെഡ് ദ പപ്പി. സെഡ് എന്ന് പറഞ്ഞാൽ പറയുക. ദ പപ്പി, സെഡ് ദ പപ്പി. ഇറ്റ് മസ്റ്റ് ബി ഹിയർ, സെഡ് ദ പപ്പി. ഹി വാക്ക് ടു ദ കണൽ, അവൻ കണലിലേക്ക് എന്ത് ചെയ്തു? നടന്നു. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. ഹി വാക്ക് ടു ദ കടൽ. വേർ ഇസ് ദ ക്യാറ്റ് നൗ, നമ്മുടെ ക്യാറ്റ് ഇപ്പോൾ എവിടെയുള്ളത്? ഹി ഈസ് ഓവർ ദ കടൽ അല്ലേ? നോക്കാം. ആൻഡ് ഹൂ ഈസ് ഇൻസൈഡ് ദ കടൽ, ആരായിരിക്കും നമ്മുടെ കടലിന് ഇൻസൈഡ് ഉണ്ടാവും? നമുക്ക് പോയി നോക്കാം. ദെൻ ഹി സോ എ ഡോഗ് ഇൻ എ കടൽ, അവൻ എന്ത് ചെയ്തു? ഒരു ഡോഗിനെ കണ്ടു. ആൻഡ് വാസ് ദാറ്റ് യു, ഓ ഇത് നീ ആയിരുന്നോ? വാട്ട്, യു സെഡ് മ്യാവ് റൈറ്റ്? മീ? വൗ, വൗ, ആർ യു ജോക്കിംഗ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. സോ ഇത് നമ്മുടെ ഡോഗിൻ്റെ എന്താണ്? വീടാണ്. ഓക്കെ, സോ നമ്മുടെ പപ്പി എന്ത് ചെയ്തു? നമ്മുടെ ഒരു സോഫയുടെ അടുത്ത് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത്? നമ്മളൊരു റോസ്റ്ററിനെ കണ്ടു. ഇപ്പം ഒരു പട്ടിയെ കണ്ടു. പട്ടീൻ്റെ കൂട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പം എന്ത് ചെയ്തു? അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പട്ടി പുറത്തേക്ക് വന്നു. സോ ഹീ സോ എ ഡോഗ് ഇൻ ദ കടൽ, അവൻ ഒരു നായയെ
കണലിൽ കണ്ടു, നായ്ക്കൂടിൽ കണ്ടു. ആൻഡ് വാസ് ദാറ്റ് യു? ഇത് നീയായിരുന്നു. വാട്ട്? എന്ത്? യു സെഡ് മ്യാവ്. നീ ഇപ്പം മ്യാവ് എന്നല്ലേ പറഞ്ഞത്? റൈറ്റ്. മീ? ഞാനോ? ബൗ. ബൗ എന്ന് പറഞ്ഞാൽ പപ്പി പപ്പിൻ്റെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. വാവ്, ആർ ജോക്കിംഗ് പപ്പി. സോ നീ ഇപ്പം നീ ജോക്ക് ചെയ്യണോ? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. ആ ഡോഗിന് ആംഗ്രി, ദേഷ്യം വന്നു. സോ എൻ്റെ കൂടെ വായിക്കാം. ഹീ സോ എ ഡോഗ് ഇൻ ദ കണൽ. വാസ് ദാറ്റ് യു? വാട്ട്? യു സെഡ് മ്യാവ് റൈറ്റ്. മീ? ബൗ. വൗ, ആർ ജോക്കിംഗ് പപ്പി. അപ്പം നമ്മുടെ ഡോഗ് ചോദിക്കുകയാണ് പപ്പിയോട്, എന്താടാ ഈ നിന്നെ കളിയാക്കുകയാണോ? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. ദ ഡോഗ് ഗോട്ട് ആംഗ്രി. വൗ, ആർ ജോക്കിംഗ് പപ്പി. ദ ഡോഗ് ഗോട്ട് ആംഗ്രി. പക്ഷെ നമ്മുടെ ആ പൂച്ചനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ. ഹൂ ഗോട്ട് ആംഗ്രി? ആർക്കാണ് ദേഷ്യം വന്നത്? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. വിൽ ഹി അറ്റാക്ക് ദ പപ്പി? അവൻ പപ്പിയെ ഉപദ്രവിക്കുമോ? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക. നമുക്ക് നോക്കാം. ദ പപ്പി വാസ് അഫ്രൈഡ്. ഇവിടെ പപ്പി പേടിച്ചു വിറച്ചു. ഹി റഷ്ഡ് ടു ദ ഗാർഡൻ. ഹി ഹൈഡ് അണ്ടർ എ ബുഷ്. അപ്പം എന്താണ്? ദ പപ്പി വാസ് അഫ്രൈഡ്. പപ്പി എന്തായി? പേടിച്ചു പോയി. ഹി റഷ് ടു ദ ഗാർഡൻ. അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് റഷ് അടിക്കുക എന്താ? ധൃതി പിടിക്കുക. ടു ദ ഗാർഡൻ. അവൻ ഗാർഡനിലേക്ക് ധൃതി പിടിച്ചു പോയി. ആൻഡ് ഹി ഹൈഡ് അണ്ടർ എ ബുഷ്. അവൻ ഒരു എന്താണ് ബുഷിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നു. സോ വായിക്കുക. ദ പപ്പി വാസ് അഫ്രൈഡ്. ഹി റഷ്ഡ് ടു ദ ഗാർഡൻ. ഹി ഹൈഡ് അണ്ടർ എ ബുഷ്. വിൽ ദ പപ്പി ഫൈൻഡ് ദ ക്യാറ്റ്? സോ നമ്മുടെ പപ്പിക്ക് ക്യാറ്റിനെ കാണാൻ കഴിയുമോ? ദ പപ്പി സോ എ ഹണി ബി ഓൺ എ ഫ്ലവർ. ഇറ്റ് മസ്റ്റ് ബി ഹിം തോട്ട് ദ പപ്പി. യു സെഡ് മ്യാവ് ഡിഡിൻറ്റ് യു? സോ നമ്മുടെ പപ്പി എന്തിനെ കാണാണ്? ഹണീബിയെ കാണാണ്. അപ്പോൾ ഹണീബിയോട് ചോദിക്കുകയാണ്, എന്തായാലും ഇവനായിരിക്കും ഇപ്പ മ്യാവ് എന്നുള്ള ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് പപ്പി വിചാരിക്കുകയാണ്. തോട്ട് ദ പപ്പി. ആൻഡ് യു സെഡ് മ്യാവ് ഡിഡിൻറ്റ് യു? അപ്പോൾ നമുക്ക് നോക്കാം. ദ പപ്പി സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ദ പപ്പി കണ്ടു. പപ്പി കണ്ടു എന്ത്? എ ഹണീബി ഓൺ എ ഫ്ലവർ. ഫ്ലവറിലുള്ള ഹണീബി. ഹണീബി എന്ന് പറഞ്ഞാൽ തേനീച്ച. ഇറ്റ് മസ്റ്റ് ബി ഹിം. സോ ഇവൻ എന്തായാലും ഇവനായിരിക്കും മ്യാവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പപ്പി വിചാരിക്കുകയാണ്. തോട്ട് ദ പപ്പി. തോട്ട് എന്ന് പറഞ്ഞാൽ വിചാരിക്കുക. ദ പപ്പി. പപ്പി. യു സെഡ് മ്യാവ്. യു സെഡ് നീ പറഞ്ഞില്ലേ മ്യാവ്. ഡിഡിൻറ്റ് യു? അപ്പം നീ എന്ത് ചെയ്തിട്ടില്ലേ? മ്യാവ് എന്ന ശബ്ദം നീ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് നമ്മുടെ പപ്പി ഹണീബി നമ്മുടെ തേനീച്ചയോട് ചോദിക്കുകയാണ്. വാട്ട് വിൽ ദ ഹണീബി സേ? ഹണീബി എന്തായിരിക്കും പറയുക? മീ? ഞാനോ? ബസ്ഡ് ദ ഹണീബി. ഗോ അവേ. ഇറ്റ് സ്റ്റക്ക് ദ പപ്പി ഓൺ ദ നോസ് ആൻഡ് ദ പപ്പി സെഡ് അയ്യോ. അപ്പം എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ പപ്പിയെ ഈ ഹണീബിയോട് ചോദിച്ചു, നീയല്ലേ മ്യാവ് എന്ന് വെച്ചുണ്ടാക്കിയതെന്ന്. അപ്പം ഞാനോ? എന്നുള്ള ശബ്ദം. ഹണീബി എന്നുള്ള ശബ്ദം ബസ്ഡ് സൗണ്ട് ഉണ്ടാക്കി. എന്ത്? ദ ഹണീബി. ഹണീബി എന്ന് പറഞ്ഞാൽ തേനീച്ച. ഗോ വേ. നീ ഇവിടുന്ന് പോ. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. പപ്പിയുടെ നോസ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ. സ്റ്റങ് ചെയ്യാൻ കുത്തുക. അപ്പോൾ ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. അപ്പം അതെന്ത് ചെയ്തു? പപ്പിയുടെ മൂക്കിൽ എന്ത് ചെയ്തു? കുത്തി. അപ്പോൾ പപ്പി എന്ത് പറയുകയാണ്? അയ്യോ എന്ന് പറയാണ്. ഓക്കെ. വൈ ഡിഡ് ദ ഹണീബി ചേസ് ദ പപ്പി? എന്തിനായിരിക്കും നമ്മുടെ ഹണീബി പപ്പിയെ ചേസ് ചെയ്തത്? ഓടിച്ചത് എന്തിനാണ്? അനാവശ്യമായിട്ട് കളിയാക്കിയിട്ടില്ലേ? ഹണീബിക്ക് അറിയില്ലല്ലോ അല്ലേ ഈ പപ്പി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ദ പപ്പി ജംപ്ഡ് ഇൻ ടു ദ പോണ്ട്. അപ്പം ഇത് ഈ ചേസ് ചെയ്യുന്നത് നിർത്താത്തതുകൊണ്ട് പപ്പി എന്ത് ചെയ്തു? പോണ്ടിലേക്ക് ചാടി. ജമ്പ് ചെയ്യാനാ ചാടുക. ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്. നമ്മുടെ പപ്പി പോണ്ടിലേക്ക് ചാടി. ഇൻ ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക്. പോണ്ട് എന്ന് പറഞ്ഞാൽ കുളം. ദ ഹണീബി വെൻറ്റ് ബാക്ക്. അങ്ങനെ ഹണീബി തിരിച്ചു പോയി. ഇനി അവനെ കുത്താൻ കഴിയില്ലല്ലോ. സോ തിരിച്ചു പോയി. ദ പപ്പി കെയിം ഔട്ട്. ഇപ്പോൾ പപ്പി ഹണീബി പോയോ നോക്കിയിട്ട് കെയിം ഔട്ട് പറഞ്ഞാൽ പുറത്ത് വരിക. മ്യാവ് സംബഡി സെഡ് അഗെയിൻ. അങ്ങനെ മ്യാവ് എന്നുള്ള ശബ്ദം സംബഡി സെഡ് അഗെയിൻ. വീണ്ടും ആരോ പറഞ്ഞു. ദ പപ്പി ജംപ്ഡ് ഇൻ ടു എ പോണ്ട്. ദ ഹണീബി വെൻറ്റ് ബാക്ക്. ദ പപ്പി കെയിം ഔട്ട്. മ്യാവ് സംബഡി സെഡ് അഗെയിൻ. എഗെയിൻ ആണ് വീണ്ടും ആരോ പറഞ്ഞു. വേർ ഇസ് ദ ക്യാറ്റ് നൗ? സോ നിങ്ങൾ ക്യാറ്റ് കാണുന്നുണ്ടോ? എവിടെ ക്യാറ്റ് ഉള്ളത്? ആൻഡ് വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? ഈ പപ്പി ക്യാറ്റിനെ കാണാൻ സാധ്യത ഉണ്ടോ? നമുക്ക് നോക്കാം. ദ പപ്പി സോ എ ഫ്രോഗ്. ക്യാൻ യു സേ മ്യാവ്? ക്രോക്ക് ക്രോക്ക്. വാട്ട് എ സില്ലി പപ്പി. ഫ്രോഗ് can only croak. The frog jumped into the water. So
നമ്മുടെ പപ്പി എന്താ സംഭവിച്ചത്? പപ്പി സോ എ ഫ്രോഗ്. പപ്പി എന്തിനെ കണ്ടു? സോ എ ഫ്രോഗ്. എന്ത്? തവളയെ കണ്ടു. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള, സോ എന്ന് പറഞ്ഞാൽ കണ്ടു. ക്യാൻ യു സേ മ്യാവ്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ കഴിയുമോ? ക്യാൻ യു, നിനക്ക് കഴിയുമോ? സേ, പറയാൻ. മ്യാവ് എന്ന് പറയാൻ കഴിയുമോ? ദ പപ്പി സോ എ ഫ്രോഗ്. ക്യാൻ യു സേ മ്യാവ്? ക്രോക്ക് ക്രോക്ക്. അപ്പോൾ എന്താണ്? നമ്മുടെ ഫ്രോഗിൻ്റെ സൗണ്ട് ഉണ്ടാക്കും. വാട്ട് എ സില്ലി പപ്പി. എന്തൊരു സില്ലി ആയിട്ടുള്ളൊരു പപ്പിയാണിത്. ഫ്രോഗ് ക്യാൻ ഒൺലി ക്രോക്ക്. ഫ്രോഗിന് ക്രോക്ക് എന്ന ശബ്ദം മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സോ ക്രോക്ക് ക്രോക്ക്, വാട്ട് ഈസ് സില്ലി പപ്പി. എന്തൊരു മടി പിടിച്ച പപ്പിയാണിത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ആലോചിക്കുന്നതെന്നാണ് നമ്മുടെ ഫ്രോഗ് ഉദ്ദേശിച്ചത്. ഫ്രോഗ് ക്യാൻ ഒൺലി ക്രോക്ക്. ഫ്രോഗിന് എന്തേ കഴിയുള്ളൂ? ക്രോക്ക് എന്ന സൗണ്ട് മാത്രമേ ഉണ്ടാക്കാനേ കഴിയുള്ളൂ. ഒള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം. ദ ഫ്രോഗ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. ദ ഫ്രോഗ് എന്ത് ചെയ്തു? ജമ്പ്, ചാടി. ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് ചാടി. ഇൻ ടു എന്ന് പറഞ്ഞാൽ ലേക്ക്. ഓക്കെ. വേർ വിൽ ദ പപ്പി ഗോ നൗ. ഇനിയിപ്പോൾ പപ്പി എവിടേക്കാ പോവുക? നോക്കാം. അങ്ങനെ നമ്മുടെ പപ്പി വെൻറ്റ് ഹോം. ദ പപ്പി വെൻറ്റ് ഹോം. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. സോ എന്താണ് പപ്പി എന്താ ചെയ്യുന്നത്? പപ്പി വെൻറ്റ് ഹോം. പപ്പി വീട്ടിലേക്ക് പോയി. വെൻറ്റ് പറഞ്ഞാൽ പോവുക, ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. ഹി വാസ് വെറ്റ്, അവൻ നനഞ്ഞ് കുളിച്ചിരുന്നു. ആൻഡ് സാഡ്, ഭയങ്കര വിഷമമായിരുന്നു. സാഡിൻ്റെ ഓപ്പോസിറ്റാണ് ഹാപ്പി. ദ പപ്പി വെൻറ്റ് ഹോം. ഹി വാസ് വെറ്റ് ആൻഡ് സാഡ്. വൈ ആർ ദ ഡോഗ് ആൻഡ് ദ റോസ്റ്റർ ലുക്കിംഗ് അറ്റ് ദ പപ്പി. അതിപ്പോൾ എന്തിനായിരിക്കും ഈ ഡോഗും റോസ്റ്ററും പപ്പിയെ നോക്കുന്നത്? അങ്ങനെ ഹി ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. സോ അവൻ കോട്ടിനടുത്തുള്ള, അതായത് കട്ടിനടുത്തുള്ള മാറ്റിൽ അവൻ കടന്നു. ലേ പറഞ്ഞാൽ കിടക്കുക. ഹി ലേ ഓൺ ദ മാറ്റ്, മാറ്റിന്മേൽ കടന്നു. നിയർ ദ കോട്ട്, കട്ടിൻ്റെ അടുത്തുള്ള. കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിൽ, നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഓക്കെ. ലേ എന്ന് പറഞ്ഞാൽ കിടക്കുക. സഡൻലി ഹി ഹേർഡ് മ്യാവ്. അങ്ങനെ പെട്ടെന്ന്, സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഹി ഹേർഡ് പറഞ്ഞാൽ കേൾക്കുക. മ്യാവ്, മ്യാവ് എന്ന ശബ്ദം കേട്ടു. ഹി ലേ ഓൺ ദ മാറ്റ് നിയർ ദ കോട്ട്. സഡൻലി ഹി ഹേർഡ് മ്യാവ്. വിൽ ദ പപ്പി ഫൈൻഡ് ദ കാറ്റ്. ഇനി ഈ അവസരത്തിൽ നമ്മുടെ പപ്പി കാറ്റിനെ കണ്ടെത്താൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് സോ. അപ്പം അങ്ങനെ ഹി ജംപ്ഡ് അപ്പ്, അവൻ മുകളിലേക്ക് ചാടി. ആൻഡ് സോ, കണ്ടു. ആരെ കണ്ടു? എ ഫാറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. എന്ത്? ഒരു ഫാറ്റ് എന്ന് തടിച്ച് കൊയ്ത്ത ക്യാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ച. സിറ്റിംഗ് ഓൺ ദ ടേബിൾ, ടേബിളിൻ്റെ മേലെ ഇരിക്കുന്നതായിട്ട് കണ്ടു. സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ടേബിൾ എന്ന് പറഞ്ഞാൽ മേശ. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് സോ എ ഫാറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. വേർ ഇസ് ദ ക്യാറ്റ്. സോ നമ്മുടെ ക്യാറ്റ് എവിടെയാണ്? ഓൺ ദ ടേബിൾ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ദ പപ്പി ഡു നൗ. ഇനി എന്തായിരിക്കും നമ്മുടെ പപ്പി ചെയ്യുക? നമുക്ക് നോക്കാം. ബൗ, വാവ്, ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. ദ ക്യാറ്റ് ആർച്ച്ഡ് ഹെർ ബാക്ക് ആൻഡ് ഹിസ്ഡ് ഷ്. ആൻഡ് ഹൂ ഈസ് ആംഗ്രി. വിൽ ദ പപ്പി ബൈറ്റ് ദ ക്യാറ്റ്. എന്താണ്? ബൗ, വാവ്, ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. അപ്പോൾ എന്താണ്? നമ്മുടെ പപ്പിയെ എന്താണ്? പപ്പി മ്യാവ് എന്ന് ഒച്ചുണ്ടാക്കുന്ന ആളെ കണ്ടുപിടിക്കുകയാണ്. ബൗ. അപ്പോൾ പപ്പി എന്താണ്? സന്തോഷപൂർവ്വം പറയാണ് ബൗ, വാവ്, ദ പപ്പി ബാർക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. ക്യാറ്റിനെ നോക്കി കുരച്ചു. ദ ക്യാറ്റ് ആർച്ച്ഡ് ഹെർ ബാക്ക് ആൻഡ് ഹിസ്ഡ് ഷ്. ക്യാറ്റ് എന്ത് ചെയ്തു? മൊത്തത്തിൽ അങ്ങോട്ട് അവളുടെ ചുറ്റും വളഞ്ഞു. ആൻഡ് ഹിസ്ഡ് എന്ന് പറഞ്ഞാൽ ചൂളമിടുക. ഷ് എന്ന് ഒച്ചുണ്ടാക്കി. ഹൂ ഈസ് ആംഗ്രി. ആരാണ് ദേഷ്യപ്പെടുന്നത്? വിൽ ദ പപ്പി ബൈറ്റ് ദ ക്യാറ്റ്. നമ്മുടെ പപ്പി ക്യാറ്റിനെ കടിക്കുമോ? നമുക്ക് നോക്കാം. സോ ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. ക്യാറ്റ് എന്ത് ചെയ്തു? ജംപ്ഡ് എന്നാൽ ചാടുക. അറ്റ് പപ്പി, പപ്പിയുടെ നേർക്ക്. സോ മ്യാവ്, ദ ക്യാറ്റ് ജംപ്ഡ് അറ്റ് ദ പപ്പി. ദ ക്യാറ്റ് ജംപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടുക. ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക. ജംപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി. അറ്റ് ദ പപ്പി, പപ്പിയുടെ നേർക്ക്. ആൻഡ് മ്യാവ്. വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു. ക്യാറ്റ് എന്തായിരിക്കും ഇനി ചെയ്യുക? വിൽ ദ പപ്പി ഗെറ്റ് ഹേർട്ട്. നമ്മുടെ പപ്പിക്ക് വേദന ആവുമോ? ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിക്കുമോ? വേദന എന്നാണ് ഹേർട്ട്. നമുക്ക് നോക്കാം. നമ്മുടെ പപ്പിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പി ഇയർ ആൻഡ് റാൻ അവേ. സോ ക്യാറ്റ് എന്ത് ചെയ്തു? മാന്തി. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ മാന്തുക എന്നാണ്, അല്ലെങ്കിൽ എന്താ മുറിവേൽപ്പിക്കുക. സ്ക്രാച്ച് എന്ന് നമുക്ക് സാധാരണ അറിയുന്ന വേർഡല്ലേ. ദ പപ്പീസ് ഇയർ, പപ്പിയുടെ ചെവിയിൽ എന്ത് സ്ക്രാച്ച് ചെയ്തിട്ട് ആൻഡ് റാൻ അവേ, ഓടിപ്പോയി. സോ അതാണ് ഉണ്ടായത്. നമുക്ക് നോക്കാം. റാൻ അവേ എന്ന് പറഞ്ഞാൽ ഓടിപ്പോവുക. സോ ദ ക്യാറ്റ് സ്ക്രാച്ച്ഡ് ദ പപ്പീസ് ഇയർ ആൻഡ് റാൻ അവേ. ഇനി വേർ വിൽ ദ ക്യാറ്റ് ഗോ. എവിടേക്കായിരിക്കും നമ്മുടെ ക്യാറ്റ് പോവുക? വാട്ട് വിൽ ദ പപ്പി ഡു നൗ. ഇനി എന്തായിരിക്കും നമ്മുടെ പപ്പി ചെയ്യുക? ദ പപ്പി കെം ബാക്ക് ടു ഹിസ് മാറ്റ്.
The puppy came back to his mat and fell asleep. Now he knew who said meow. So the puppy എന്ത് ചെയ്തു? Came back എന്നാൽ തിരിച്ചു വന്നു. To his mat. അവൻ കടന്ന വിരിപ്പ് മാറ്റിലേക്ക് വന്നു. And fell asleep. എന്താണ്? ഉറങ്ങിപ്പോവുക. Now he knew. ഇപ്പോൾ അവന് അറിയാം. No knew. എന്താണ്? V1 V2 ആ ഫോമാണ് no knew. അപ്പം no എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക. Who said ആരാണ്? said എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. മ്യാവ് എന്ന് പറഞ്ഞത്. The puppy came back to his mat and fell asleep. Now he knew who said meow. The next. സോ ഇതാണ് നമ്മുടെ പാഠം. സോ നിങ്ങൾക്ക് പാഠം മനസ്സിലായെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു റീഡ്? ഇതിൽ എത്ര വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും? ദെൻ റൈറ്റ് ദം ഇൻ ദ ബോക്സ്. ഇതിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്നുള്ളത് ഈ ഒരു ബോക്സ്, നമ്മുടെ തേനീച്ച കാണിച്ചിരുന്ന ഈ ഒരു ബോക്സിൽ നിങ്ങൾ വരക്കണം. സോ ഞാൻ ഓരോന്നും വായിച്ചു തരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ സ്ലീപ്പ്. നെക്സ്റ്റ് നിയർ. നെക്സ്റ്റ് around. Next nobody. Next wet. അടുത്തത് under. അടുത്തത് window. അടുത്തത് yard. അടുത്തത് garden. അടുത്തത് kettle. അടുത്തത് flower. അടുത്തത് stug. അടുത്തത് സ്ക്രാച്ച്. അടുത്തത് റോസ്റ്റർ. അപ്പോൾ ഇതിൽ അർത്ഥം ഒന്ന് പറഞ്ഞു പോവാം. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറങ്ങുക. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയുക. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. വിൻഡോ എന്ന് പറഞ്ഞാൽ ജനാല്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തോട്ടം. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ മാന്തുക. റോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവൻ കോഴി. സോ നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്ന വേർഡ്സ് അത് നിങ്ങളിവിടെ എഴുതുക. സോ അറിയാത്തത് പഠിക്കും ചെയ്യാം. ഹണി ഡ്രോപ്പ്, റീഡ് ആൻഡ് റിജോയ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ എലിഫൻറ്റ് ഒരു ഈനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. മോദി ദ ബേബി എലിഫൻറ്റ്. നമുക്ക് നോക്കാം. സോ നമ്മുടെ ബേബി എലിഫൻറ്റ് ഐ ആം മോദി. ഞാനാണ് മോദി എന്നാണ് ഈ എലിഫൻറ്റിൻ്റെ പേര്, മോദി. ദെൻ നെക്സ്റ്റ് എന്താണ്? ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. ഐ ഹാവ് എ ഫ്രണ്ട്. ഹി ഈസ് എ പാരറ്റ്. ഐ ഹാവ് എ ഫ്രണ്ട്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ഹി ഈസ് എ പാരറ്റ്. അവൻ എന്താണ്? പാരറ്റാണ്. സോ നോക്കാം. ഐ ഹാവ് എ ബോൾ. എനിക്ക് ബോളുണ്ട്. ഐ ഹാവ് എ ബോൾ. എനിക്ക് ബോളുണ്ട്. എന്താണ്? ഐ ലവ് പ്ലേയിങ് വിത്ത് ദ ബോൾ. ഐ ലവ്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ലവ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കാൻ. പ്ലേയിങ് വിത്ത്, കൂടെ. ദ ബോൾ, ബോളിൻ്റെ കൂടെ. ഐ ലവ് പ്ലേയിങ് വിത്ത് ദ ബോൾ. അടുത്ത് നോക്കാം. അടുത്ത നമ്മോട് പറഞ്ഞത് വൺ ഡേ ഐ ഗോട്ട് എ ബിഗ് ബോൾ. വൺ ഡേ, ഒരു ദിവസം. ഐ ഗോട്ട്, എനിക്ക് കിട്ടി. എ ബിഗ് ബോൾ, ഒരു വലിയ ബോൾ. കളർ, നിറം നൽകുക. ദ ബോൾ, ബോളിന് നിറം നൽകുക. പ്ലീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോളിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. സോ നിങ്ങൾക്ക് കളർ ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുതരാണ്. നിങ്ങൾ കളർ ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ കളർ ചെയ്യുക. ഐ ഹാവ് എൻ അംബർല. ഐ ഹാവ്, എനിക്കുണ്ട്. ആൻ അംബർല, ഒരു കുടയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ്. ഐ ഹാവ് എൻ അംബർല. ഐ ലൈക്ക് ഇറ്റ്. ഐ പ്ലേ ദ ഗിറ്റാർ. എനിക്ക് ഗിറ്റാർ, ഇവിടെ പ്ലേൻ്റെ അർത്ഥം വായിക്കാൻ കഴിയും എന്നാണ്. ഓക്കെ, ഐ പ്ലേ ദ ഗിറ്റാർ. എനിക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയും. നോക്കാം. ഐ സിങ് സോങ്. ഐ സിങ് സോങ്സ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും. സിങ് എന്ന് പറഞ്ഞാൽ പാടുക. സോങ്സ് എന്ന് പറഞ്ഞാൽ പാട്ടുകൾ. സോ ഐ സിങ് സോങ്സ്. ഇനി എന്താണ്? ഐ ലൈക്ക് ബാത്തിങ് ഇൻ കളർ. ഐ ലൈക്ക്, എനിക്കിഷ്ടമാണ്. ബാത്തിങ്, കുളിക്കാൻ. ഇൻ കളർ, നിറത്തിൽ കുളിക്കാൻ. വാട്ട് എ ഫൺ, എന്തൊരു രസം. ഐ ലൈക്ക് ബാത്തിങ് ഇൻ കളർ. വാട്ട് എ ഫൺ. നോക്കാം. സോ നമ്മുടെ കുട്ടി ആന, മോദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ലിറ്റിൽ എലിഫൻറ്റ് ഒരു വാളിൽ കളർ കൊടുക്കുന്ന ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. ഐ ക്യാൻ പെയിൻറ്റ് ഓൺ ദ വാൾ. ഐ ക്യാൻ, എനിക്ക് കഴിയും. പെയിൻറ്റ് ഓൺ ദ വാൾ, വാളിൽ നിറം നൽകാൻ കഴിയും. പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നിറം നൽകുക, പെയിൻ്റ് അടിക്കുക. ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ മതിൽ. ഐ ക്യാൻ പെയിൻറ്റ് ഓൺ ദ വാൾ. സോ നെക്സ്റ്റ്, ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്. മൈ മദർ ഗേവ് മീ ഫ്ലവേഴ്സ്.
ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പൂവുകൾ. സ്വീറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. എന്താണ്? മൈ മദർ എൻ്റെ അമ്മ ഗേവ് മീ ഫ്ലവേഴ്സ്. ഗേവ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകി എന്ത്? ഫ്ലവേഴ്സ്, പൂക്കൾ, ഫ്ലവേഴ്സ്, സ്വീറ്റ് ഫ്ലവേഴ്സ്. മൈ മദർ ഗേവ് മീ ഫ്ലവേഴ്സ്. നെക്സ്റ്റ്, ഐ ആം സ്ലീപ്പി. എനിക്ക് നല്ല ക്ഷീണം, അതായത് ഉറക്കം വരുന്നു. ലെറ്റ് മീ സ്ലീപ്പ് ഡാഡ്. ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. ഗുഡ് നൈറ്റ് ഡിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ്. സോ എന്താണ്? ഐ ആം സ്ലീപ്പി, ലെറ്റ് മീ സ്ലീപ്പ്, ഗുഡ് നൈറ്റ് ഡിയേഴ്സ്. സോ ഇതാണ് നമ്മുടെ പാഠം. അടുത്തതായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ. ഇത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത മിഷൻ. ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ. മിസ്സിംഗ് ആയിട്ടുള്ള ലെറ്റേഴ്സ് എഴുതുക എന്നാണ്. സോ ഇതാണ് നമ്മുടെ അവസാനത്തെ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പേജാണിത്. സോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. സോ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ഇതുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. സോ പ്രത്യേകം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അറിയാത്ത കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാവണമെന്ന നിലയ്ക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. സോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? യൂണിറ്റ് 3 ആയിരുന്നു. മ്യാവ് എന്ന് പറഞ്ഞ പാഠഭാഗം, അതുപോലെ മോദി ദ ബേബി എലിഫൻറ്റ്. ഇത് രണ്ടുമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. സോ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഐ തിങ്ക് ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ലെസൺ വെരി വെൽ. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ നിങ്ങളുടെ ഒരു സ്നേഹം എന്നുള്ള നിലക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ അൺടിൽ നൗ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.